ലോകക്രമം മാറ്റിമറിച്ച ഭീകരാക്രമണത്തിന് ഇന്ന് 24 ആണ്ട്. 2001 സെപ്റ്റംബർ 11-നാണ് ന്യൂയോർക്ക് നഗരത്തിലെ ലോക വ്യാപാര സംഘടനയുടെ ഇരട്ട ഗോപുരങ്ങളിലേക്കും വാഷിംഗ്ടണിലെ ജനവാസ മേഖലയിലേക്കും ഭീകരർ റാഞ്ചിയ യാത്രാ വിമാനങ്ങൾ ഇടിച്ചിറക്കിയത്. 3000-ലേറെ ജീവനുകളാണ് അന്ന് പൊലിഞ്ഞത്. ആക്രമണത്തിൽ മുഖ്യ സൂത്രധാരനായിരുന്ന ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടെങ്കിലും മറ്റു പ്രതികളെല്ലാം ഇപ്പോഴും തടവിലാണ്. ആധുനിക ലോകം 9/11 മുൻപും ശേഷവും എന്ന രീതിയിൽ ഈ ഒരൊറ്റ ആക്രമണത്തോടെ വിഭജിക്കപ്പെട്ടു. തങ്ങളുടെ മണ്ണിൽ ആരും ആക്രമണം നടത്തില്ല എന്ന അമേരിക്കയുടെ അഹങ്കാരത്തിനും ആത്മവിശ്വാസത്തിനുമേറ്റ അടിയായിരുന്നു ഈ ആക്രമണം. 19 അൽ ഖ്വയ്ദ ഭീകരർ 4 സ്വകാര്യ യാത്രാ വിമാനങ്ങൾ റാഞ്ചി ന്യൂയോർക്കിലെയും വാഷിംഗ്ടണിലെയും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇടിച്ചിറക്കുകയായിരുന്നു. അതിലാദ്യത്തേത് ബോസ്റ്റണിൽ നിന്നുള്ള അമേരിക്കൻ എയർലൈൻസ് 11 വിമാനമായിരുന്നു. രാവിലെ 8:46-ന് വേൾഡ് ട്രേഡ് സെന്ററിന്റെ വടക്കേ ടവറിൽ വിമാനം ഇടിച്ചു കയറി. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകും മുൻപ് 9:03-ഓടെ കെട്ടിടത്തിന്റെ തെക്കേ ടവറിലേക്ക് ബോസ്റ്റണിൽ നിന്നുള്ള മറ്റൊരു വിമാനമായ യുണൈറ്റഡ് എയർലൈൻസ് 175 വന്നിടിച്ചു. ഇതേ സമയം 370 കിലോമീറ്റർ അകലെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ അമേരിക്കയുടെ തന്ത്രപ്രധാന കേന്ദ്രമായ പെന്റഗണിലേക്ക് 9:37-ഓടെ അമേരിക്കൻ എയർലൈൻസ് 77 വിമാനവും ഇടിച്ചിറങ്ങി. 4ാമത് എയർലൈൻസ് 93 വിമാനമാണ് ഭീകരർ റാഞ്ചിയത്. വിമാനം ലക്ഷ്യം കാണുന്നതിന് മുൻപ് 10:03-ഓടെ പെൻസിൽവാനിയയ്ക്കടുത്ത് പിറ്റ്സ്ബർഗിൽ ഒരു പാടത്ത് തകർന്നു വീണു. 10 മണിയോടെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ സൗത്ത് ടവറും അരമണിക്കൂറിന് ശേഷം വടക്കൻ ഗോപുരവും വീണു. പുകയും പൊടിയും ചാരവും ന്യൂയോർക്കിൽ മേഘങ്ങൾ പോലെ ഉയർന്നു പൊങ്ങി. 2750 പേർ ന്യൂയോർക്കിലും 184 പേർ പെന്റഗണിലും 40 പേർ പെൻസിൽവേനിയയിലും മരിച്ചു എന്നാണ് കണക്ക്. ആക്രമണത്തിൽ 19 ഭീകരരും കൊല്ലപ്പെട്ടു. ആക്രമണത്തിന്റെ സൂത്രധാരനായി അറിയപ്പെട്ടിരുന്നത് അൽ ഖ്വയ്ദ തലവൻ ഒസാമ ബിൻ ലാദനായിരുന്നു. എന്നാൽ ഖാലിദ് ഷെയ്ഖ് മുഹമ്മദ് എന്ന ഭീകരനായിരുന്നു യഥാർത്ഥ ബുദ്ധികേന്ദ്രം. 2003-ൽ അറസ്റ്റിലായ ഖാലിദ് ഷെയ്ഖിനെ ഗ്വാണ്ടനാമോ ജയിലിലേക്ക് മാറ്റി. 1993-ൽ വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ ഉണ്ടായ ആക്രമണത്തിന് പിന്നിലും ഖാലിദ് ഷെയ്ഖിന്റെ കരങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത്. 2001 ഒക്ടോബർ 7-ന് അമേരിക്ക തിരിച്ചടി തുടങ്ങി. 20 വർഷത്തോളം നീണ്ട അഫ്ഗാൻ യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു അത്. 10 വർഷത്തിനു ശേഷം 2011 മെയ് 2-ന് പാകിസ്ഥാനിലെ അബാട്ടാബാദിലുള്ള ഒളിസങ്കേതത്തിലുണ്ടായിരുന്ന ബിൻ ലാദനെ US-ന്റെ പ്രത്യേക സേന വധിച്ചു. റംസി ബിൻ അൽ ഷിബ്, വിലിദ് ബിൻ അറ്റ, ഖാലിദ് ഷെയ്ഖിന്റെ ബന്ധു അമർ അൽ ബലൂച്ച്, മുസ്തഫ അൽ ഹവ്സാവി എന്നിവരാണ് മറ്റു പ്രതികൾ. അഫ്ഗാന് പുറമെ ഇറാഖിലേക്കും അതുപോലെ തന്നെ സിറിയയിലേക്കും ലിബിയയിലും ഒക്കെ നടന്ന ആക്രമണങ്ങളിലേക്ക് നയിച്ച പ്രധാന കാരണം 9/11 അറ്റാക്കായിരുന്നു. ഇസ്ലാമോഫോബിയയുടെ തുടക്കവും ഈ ആക്രമണത്തിൽ നിന്നാണെന്ന് പറയേണ്ടി വരും. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളിൽ മുസ്ലിം വംശജർ മാറ്റി നിർത്തപ്പെട്ട കാലം കൂടിയായിരുന്നു ഇത്. ലോകത്തിന്റെ ക്രമം ആകെ മാറിയ സംഭവമായി അങ്ങനെ ലോകവ്യാപാര സംഘടനയുടെ കെട്ടിടങ്ങൾക്ക് നേരെ നടന്ന ആക്രമണം മാറി. ഇന്നും അമേരിക്കൻ ജനതയും ലോകവും നടുക്കത്തോടെയും ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയുമാണ് ഈ ദിനത്തെ ഓർക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.